നമസ്കാരം. സംസ്ഥാനത്ത് ഇടതുമുന്നണിക്ക് ഇക്കുറി തിരഞ്ഞെടുപ്പിൽ നേരിട്ട കനത്ത തിരിച്ചടിക്കുള്ള പ്രധാന കാരണങ്ങൾ ഭരണവിരുദ്ധ വികാരവും ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവനകളും ശബരിമല വിവാദവുമാണ് എന്ന് CPI സംസ്ഥാന കൗൺസിൽ റിപ്പോർട്ട്. മുന്നണിയിലെ CPMന്റെ ഏകാധിപത്യപരമായ സമീപനത്തെക്കുറിച്ചും മുഖ്യമന്ത്രി ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുന്നതിനെക്കുറിച്ചും രൂക്ഷമായ വിമർശനങ്ങളാണ് ഉയർന്നത്. കഴിഞ്ഞ ദിവസം ചേർന്ന CPI സംസ്ഥാന കൗൺസിലിലാണ് തിരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണങ്ങൾ വിശദീകരിക്കുന്ന റിപ്പോർട്ട് അവതരിപ്പിച്ചത്. ഭരണവിരുദ്ധ വികാരം തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി എന്നതിനൊപ്പം തന്നെ ചില ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവനകളും ശബരിമല വിഷയവും പരാജയത്തിന് കാരണമായി എന്ന് റിപ്പോർട്ട് വിലയിരുത്തുന്നു. CPMനെതിരെ കടുത്ത വിമർശനങ്ങളാണ് റിപ്പോർട്ടിലും കൗൺസിലിലെ ചർച്ചകളിലും ഉയർന്നു വന്നത്. സർക്കാരിലും മുന്നണിയിലും CPMന് ഏകാധിപത്യപരമായ നിലപാടുകളാണുള്ളത് എന്ന് റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നു. സർക്കാരിന്റെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളെല്ലാം തന്നെ മുഖ്യമന്ത്രി ഒറ്റയ്ക്കെടുക്കുന്നതായും ജില്ല മുതൽ സംസ്ഥാന തലം വരെയുള്ള മുന്നണി യോഗങ്ങളിൽ കാര്യമായ ചർച്ചകൾ നടക്കുന്നില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇടത് നയങ്ങളിൽ നിന്നുള്ള വ്യതിചലനങ്ങൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയെ തിരുത്താൻ പാർട്ടിയിലോ മുന്നണിയിലോ ആരുമില്ല എന്നും തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെടുകയാണ് എന്നും സംസ്ഥാന കൗൺസിലിൽ ജില്ലാ സെക്രട്ടറിമാർ തുറന്നടിച്ചു. എക്സിക്യൂട്ടീവ് മീറ്റിംഗിലും CPMന് രൂക്ഷമായ വിമർശനമാണ് ഉയർന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടി അവലോകനം ചെയ്യാൻ ചേർന്ന 2 ദിവസത്തെ CPI സംസ്ഥാന എക്സിക്യൂട്ടീവിലും മുഖ്യമന്ത്രി പിണറായി വിജയനും CPMനുമെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉയർന്നു വന്നത്. സർക്കാർ തീരുമാനങ്ങളെല്ലാം തന്നെ മുഖ്യമന്ത്രി ഒറ്റയ്ക്കെടുക്കുന്നുവെന്നും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനോ തിരുത്താനോ CPM മുൻകൈയെടുക്കാനോ ശ്രമിക്കുന്നില്ല എന്നും യോഗത്തിൽ വിമർശനമുയർന്നു. സമൂഹ മാധ്യമങ്ങളിൽ പിണറായി വിരുദ്ധതയും ഭരണവിരുദ്ധ വികാരവുമാണ് നിറയുന്നത് എന്നും CPI എക്സിക്യൂട്ടീവ് വിലയിരുത്തി. മുഖ്യമന്ത്രിയുടെ സാമുദായിക നേതാക്കളുമായുള്ള അമിത അടുപ്പം തിരിച്ചടിയായി എന്നും എക്സിക്യൂട്ടീവ് ചൂണ്ടിക്കാട്ടി. സർക്കാരിലും മുന്നണിയിലും CPMന് ഏകപക്ഷീയമായ നിലപാടുകളാണുള്ളത് എന്നും നയപരമായ വിഷയങ്ങളിൽ പോലും ക്രിയാത്മകമായ ചർച്ചകൾ നടക്കുന്നില്ല എന്നും വിമർശനമുയർന്നു. PM ശ്രീ പദ്ധതി ഇതിനൊരു ഉദാഹരണമായി തന്നെ ചൂണ്ടിക്കാട്ടപ്പെട്ടു. സർക്കാരിന്റെ വികസന സേവന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്താൻ വൈകിയെന്നും യോഗം വിലയിരുത്തി. മുന്നണി യോഗങ്ങളിൽ ചർച്ചയില്ലാതെ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിച്ചുവെന്നും ആക്ഷേപം ഉയർന്നു. മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ഇടതുപക്ഷത്തു നിന്നും അകറ്റാനുള്ള UDF അജണ്ട ഏറെക്കുറെ വിജയിച്ചുവെന്നും ഭരണത്തിന് നേതൃത്വം നൽകുന്നവരുടെ ചില പ്രസ്താവനകൾ ഇതിന് സഹായകരമായി എന്നും എക്സിക്യൂട്ടീവ് വിലയിരുത്തി. മുഖ്യമന്ത്രിയുടെ പല പ്രവർത്തനങ്ങളും പ്രതിപക്ഷത്തിന്റെ ദൗത്യം എളുപ്പമാക്കിയെന്നും CPI കുറ്റപ്പെടുത്തി. തിരഞ്ഞെടുപ്പ് തോൽവിയേക്കാൾ ഗൗരവതരമായ വിഷയം ഇടതുപക്ഷ മൂല്യങ്ങളിൽ നിന്നുമുള്ള വ്യതിചലനമാണ് എന്ന് ജില്ലാ സെക്രട്ടറിമാർ ചൂണ്ടിക്കാട്ടി. ജനങ്ങളെ സർക്കാരിനെതിരാക്കുന്ന നുണപ്രചാരണങ്ങളെ പ്രതിരോധിക്കാൻ കഴിയാതിരുന്നതും തിരിച്ചടിയായി. സംസ്ഥാനത്ത് ഇടതുമുന്നണിക്കെതിരെ പ്രവർത്തിച്ച പ്രമുഖ രാഷ്ട്രീയ തന്ത്രജ്ഞരുടെ സംഘങ്ങളെ തടയാൻ കഴിഞ്ഞില്ല എന്നും വിമർശനമുയർന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് അതിവേഗ തിരുത്തലുകൾ അനിവാര്യമാണ് എന്നും യോഗം ശക്തമായി തന്നെ അഭിപ്രായപ്പെട്ടു.